നമസ്കാരം. അദാനിക്കും അംബാനിക്കും മാത്രമല്ല അല്പപ്രാണികൾക്കും പ്രയോജനം ചെയ്യുന്നതാവണം നമ്മുടെ തുറമുഖം. ശൈലിംഗമന്ത്രി ആരംഭിക്കുന്നു. ആദ്യകാലം മുതലുള്ള ഞങ്ങളുടെ നിർബന്ധപൂർണമായ ഒരു സമീപനമായിരുന്നു, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിൽ വേണം നമ്മുടെ തുറമുഖത്തിൻ്റെ സാധ്യതകൾ ഉപയോഗപ്പെടുത്തുവാൻ. ആ കാഴ്ചപ്പാടിൽ ഇപ്പോഴും അല്പം പോലും വെള്ളം ചേർത്തിട്ടില്ല. എന്നാൽ തെറ്റായ മിഥ്യാധാരണകളുടെ അടിസ്ഥാനത്തിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. വലിയ തോതിലുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് വരാതെ ഈ അല്പപ്രാണികൾക്കും പ്രയോജനമുണ്ടാവില്ല. അതുകൊണ്ട് ആദ്യം വരേണ്ടത് ക്യാപിറ്റൽ, മൂലധനം മുടക്കുന്ന ആളുകളും അവരുടെ മൂലധനവും ഉണ്ടെങ്കിൽ മാത്രമേ അതിൻ്റെ പുറംപോക്കുകളിൽ അല്പപ്രാണികൾക്കും ജീവിക്കാൻ പറ്റുകയുള്ളൂ. അങ്ങനെയാണ് നമ്മൾ ഇത്തരം സമീപനങ്ങളിൽ അല്പം വ്യത്യാസമുണ്ടായിരുന്നെങ്കിലും ഈ തുറമുഖത്തെ നിക്ഷേപത്തെക്കുറിച്ച് സ്വാഗതം ചെയ്തത്. ഇവിടെ ഇപ്പോൾ ഗേറ്റ് തുറന്നു, ചെറിയ തോതിലുള്ള പ്രവർത്തനങ്ങൾ അങ്ങനെ വരുള്ളൂ. ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ 10 ലക്ഷം കണ്ടെയ്നർ റോഡ് വഴി പോകുന്നതൊന്നും നമ്മൾ പ്രതീക്ഷിക്കുന്നില്ല. ഗ്രാജുവലി അത് ഇമ്പ്രൂവ് ചെയ്യും. കാരണം നൂറ്റാണ്ടുകളായി നിലനിന്ന ഒരു ഇക്കോസിസ്റ്റത്തിനകത്തുള്ള ഒരു ഇൻ്റർവെൻഷനാണ് നമ്മുടെ തുറമുഖം. പരിമിതികളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിലും ചെറിയ തോതിൽ അത് വളരും, ഇനിയുള്ള ദിവസങ്ങളിൽ വളരും. ആ വളർച്ചയുടെ ആക്കം കൂട്ടാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയും. ഇവിടെ 2 ചെറിയ ഉദാഹരണങ്ങൾ പറയുകയാണ്. ജർമ്മനിയിൽ നിന്ന് ഒരു എൻക്വയറി. ആനയുടെ നെറ്റിപ്പട്ടമില്ലേ, അലങ്കരിക്കുന്ന നെറ്റിപ്പട്ടം, ഈ വീടുകളിലൊക്കെ ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷോ പീസ്, അത് നിർമ്മിക്കുന്ന ആളുകൾ, അതാണ് ഈ പറഞ്ഞ അല്പപ്രാണികൾ, കരകൗശലം, ഹാൻഡിക്രാഫ്റ്റ്സ്, അത് നിർമ്മിക്കുന്ന ആരെങ്കിലും അറിയാമെങ്കിൽ, നിർമ്മിക്കുന്ന ആരെങ്കിലും ശൈലിംഗമന്ത്രിയുടെ പ്രേക്ഷകരാണെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ അറിവിൽപ്പെട്ട ആരെങ്കിലും അത്തരം കാര്യങ്ങൾ നിർവഹിക്കുന്നുണ്ടെങ്കിൽ, ഈ ഇതുൾപ്പെടെയുള്ള കരകൗശല വസ്തുക്കളെല്ലാം നമുക്ക് ഗ്ലോബലി മാർക്കറ്റ് ചെയ്യാൻ പറ്റണം. അങ്ങനെ ആദ്യത്തെ ഒരു എൻക്വയറി വന്നിരിക്കുന്നത് ജർമ്മനിയിൽ നിന്നാണ്. ഈ നെറ്റിപ്പട്ടമാണ്, ആനയുടെ നെറ്റിപ്പട്ടം. ചെറിയ മിനിയേച്ചർ ഇതുണ്ടല്ലോ, എൻ്റെ ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള, വലിയ സംഭവമല്ല, ഒരു മിനിയേച്ചർ രൂപത്തിലുള്ള ഒരു നെറ്റിപ്പട്ടം പണിയുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ വില, അതിനെ കോൺടാക്ട് ചെയ്യാനുള്ള മാർഗം തുടങ്ങിയ കാര്യങ്ങൾ ഒന്ന് അറിയിച്ചാൽ നന്നായിരിക്കും. രണ്ടാമത്തത്, ശൈലിംഗമന്ത്രിയുടെ ഒരു സുഹൃത്ത്, സ്ഥിരം പ്രേക്ഷകനാണ്. അദ്ദേഹം എഴുതിയത്, ഐ ആം കണക്റ്റഡ് വിത്ത് എ ജാപ്പനീസ് ഇലക്ട്രോണിക് ജയൻസ് ലൈക്ക് പയനിയർ, ഡെനൻ, മറാൻസ്, പാനസോണിക് എക്സെട്ര. എനിക്കതിൽ പയനിയറും പാനസോണിക്കും മാത്രമേ എനിക്ക് പരിചയമുള്ള പേരുള്ളൂ. ഡനനും മാറൻസും എനിക്ക് പരിചയമില്ല. ഇദ്ദേഹം ഇലക്ട്രോണിക്സ് രംഗത്ത് നിൽക്കുന്നയാളാണ്. അപ്പോൾ അദ്ദേഹം നമ്മുടെ ഈ തുറമുഖത്തെ ജപ്പാനിലെ ഇത്തരം കമ്പനികളുടെ മുമ്പിൽ അവതരിപ്പിക്കാൻ ശ്രമിക്കാം. വിൽ ഇൻഫോം ദം ദാറ്റ് such a big venture has blossomed in കേരള. നമ്മുടെ നാട്ടിൽ ഇത്തരം ഒരു പുതിയ വെഞ്ചർ പൂത്ത് ഉലഞ്ഞ് വിലസി മുന്നോട്ട് പോകുന്നു എന്നുള്ള കാര്യം ജപ്പാനിലെ കമ്പനികളെ അറിയിക്കാമെന്ന് പറയുമ്പോൾ 2 കാഴ്ചപ്പാടാണ്. ഒന്ന്, ഏറ്റവും ചെറിയ കൈത്തൊഴിലുകൾ ചെയ്യുന്ന സാധാരണക്കാർ. 2, വൻകിട ഇലക്ട്രോണിക്സ് വ്യവസായികൾ. ഇതാണ് ഞാൻ പറഞ്ഞത്, ഒരു ഹോളിസ്റ്റിക് അപ്രോച്ചാണ്. തുറമുഖം എല്ലാവർക്കും പ്രയോജനം ചെയ്യുന്ന തരത്തിൽ മുന്നോട്ട് പോകണം. ഇവിടെ നമ്മുടെ ഗവൺമെന്റ് അടിയന്തിരമായി ശ്രദ്ധിക്കേണ്ട ചില വിഷയങ്ങളുണ്ട്. പീയൂഷ് ഗോയൽ is leading a 200-member business delegation to Japan. നമ്മുടെ സുഹൃത്ത് ജപ്പാനിലെ കമ്പനികളെ അറിയിക്കാമെന്ന് പറയുന്നതിന് പാരലായിട്ട് നമ്മുടെ കൊമേഴ്സ് മിനിസ്റ്റർ പീയൂഷ് ഗോയൽ is leading a 200-member business delegation to Japan. ഈ 200-member ബിസിനസ് ഡെലിഗേഷനിൽ നമ്മൾ വരില്ല. അദാനിയും അംബാനിയൊക്കെ നിർബന്ധമായിട്ടുണ്ടാവും. നമ്മുടെ കേരളത്തിൽ നിന്ന് ഈ തുറമുഖത്തിൻ്റെ പ്രതിനിധികളായിട്ട് പോർട്ട് സെക്രട്ടറിയോ, അല്ലെങ്കിൽ പുതിയ വിസിലിൻ്റെ MD-യോ, അല്ലെങ്കിൽ വിസിലിൻ്റെ ചീഫ് എക്സിക്യൂട്ടീവോ ആരെങ്കിലും, അല്ലെങ്കിൽ കേരള മാരിടൈം ബോർഡിൻ്റെ CEO ആരെങ്കിലുമൊക്കെ 1-2 പേർ ഈ 200 പേരെന്നുള്ള ഡെലിഗേഷനിൽ അംഗങ്ങളാകാൻ കേരള സർക്കാർ, മുഖ്യമന്ത്രി പ്രത്യേകിച്ച്, പോർട്ടിൻ്റെ ചുമതലയുള്ള മന്ത്രി എന്നുള്ള നിലയ്ക്ക് നമ്മുടെ തുറമുഖത്തെ, കേരളം മുഴുവൻ എന്നൊക്കെ ഭംഗിവാക്ക് പറയാമെങ്കിലും ഇപ്പോൾ സെല് ചെയ്യാൻ പറ്റുന്നത് TRV ആണ്. TRV പോർട്ടാണ്. വന്നിരിക്കുന്ന കപ്പലുകൾ, ഹാൻഡിൽ ചെയ്ത കണ്ടെയ്നറുകൾ, പ്രൊജക്ഷൻസ്, ഭാവി പ്രവർത്തനങ്ങൾ, ഇവയെല്ലാം വെച്ചുകൊണ്ട് ഒരു പ്രസന്റേഷൻ നടത്തിയാൽ തീർച്ചയായിട്ടും ജപ്പാനിലെ നിരവധി കമ്പനികൾക്ക് താല്പര്യമുണ്ടാകും. ആ
സന്ദർഭം, ആ അവസരം, ഇത് ഗവൺമെന്റ് ഓഫ് ഇന്ത്യയുടെ ചെലവിൽ പോകുന്ന ഒരു ഡെലിഗേഷൻ ആയതുകൊണ്ട് കേരള സർക്കാരിന് അധിക ചെലവ് വരില്ല. പക്ഷെ നമ്മുടെ സാന്നിധ്യം ശക്തമായി സ്ഥാപിച്ചെടുക്കുവാൻ മുഖ്യമന്ത്രി തയ്യാറാകണം, ശ്രമിക്കണം എന്നുള്ളതാണ് സെയിലിംഗ് കമന്ററിക്ക് അദ്ദേഹത്തെ ഓർമ്മപ്പെടുത്തുവാനുള്ളത്. അതുപോലെ തന്നെ സെപ്പറേറ്റ്ലി ദ കൊമേഴ്സ് സെക്രട്ടറി ഈസ് സെറ്റ് ടു എംബാർക്ക് ഓൺ എ 3-nation വിസിറ്റ് ടു സൗത്ത് അമേരിക്ക. മന്ത്രി ജപ്പാനിൽ പോവുകയാണെങ്കിൽ സൗത്ത് അമേരിക്കയിലോട്ട് അദ്ദേഹത്തിന്റെ സെക്രട്ടറി, കൊമേഴ്സ് സെക്രട്ടറി സൗത്ത് അമേരിക്കയിൽ പോകുന്നു. ഒരു 3-nation വിസിറ്റ് ആണ്. സൗത്ത് അമേരിക്ക എന്ന് പറയുമ്പോൾ ബ്രസീൽ ആവാം, അർജന്റീന ആവാം, അതുപോലുള്ള ചിലി ആവാം, ഏതെങ്കിലും അതുപോലുള്ള രാജ്യങ്ങളാവാം. അപ്പോൾ രണ്ട് വശത്തോട്ടും ഈ ഡെലിഗേഷൻ പോകുമ്പോൾ നമ്മുടെ പ്രതിനിധികൾ, തീർച്ചയായിട്ടും ഗവൺമെന്റ് പ്രതിനിധികൾ ഈ ഡെലിഗേഷൻ ഉണ്ടാവണം. ഇത്രയും നാൾ നമ്മൾ ഇതൊക്കെ അവഗണിച്ചു, നമുക്ക് മാർക്കറ്റ് ചെയ്യാനൊന്നുമില്ല, നമുക്ക് സെല് ചെയ്യാനൊന്നുമില്ല. ഇന്ന് അതല്ല, ലോകത്തിലെ ഏറ്റവും വലിയൊരു പ്രോഡക്റ്റ് ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന ഏക സംസ്ഥാനം കേരളമാണ്, ഏക ജില്ല, ക്യാപിറ്റൽ ജില്ലയാണ്. അതുകൊണ്ട് ആ അവസരം ഉപയോഗപ്പെടുത്തുവാൻ മുഖ്യമന്ത്രി പ്രത്യേകം ശ്രദ്ധിക്കണം എന്നുള്ള വളരെ വിനയത്തോടെയുള്ള അഭ്യർത്ഥനയാണ് സെയിലിംഗ് കമന്ററി മുന്നോട്ട് വയ്ക്കുന്നത്. വളരെ ശുഭകരമായ സൂചനകളാണ് നമ്മുടെ തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്നത്. ഒരു വൻകിട കമ്പനി, കർണാടകയിൽ പ്രവർത്തിക്കുന്ന ഒരു വൻകിട കമ്പനിക്ക് അവർക്കൊരു കണ്ടെയ്നർ റിപ്പയർ യാർഡ് നമ്മുടെ പോർട്ടിൻ്റെ അടുത്ത് എവിടെയെങ്കിലും ആരംഭിക്കണമെന്ന് ആഗ്രഹമുണ്ട്. അവർ 50 സെന്റ് ഭൂമിയാണ് ചോദിക്കുന്നത്. റോഡ് ആക്സസ് ഉള്ള കണ്ടെയ്നർ ട്രക്കുകൾ കയറാനും ഇറങ്ങാനും സൗകര്യമുള്ള 50 സെന്റ് ഭൂമി ലീസിനാണ്. ലീസിന് താല്പര്യമുണ്ട്. അങ്ങനെയുള്ള ഒരു കാഴ്ചപ്പാടിൽ മാത്രമായിരിക്കും നമുക്ക് ഇത്രയും കേരളത്തിലെ പോലെ ഭൂമി ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് വാങ്ങി വ്യവസായങ്ങൾ തുടങ്ങാൻ കഴിയില്ല, പ്രൊവൈഡഡ് ഗവൺമെന്റ് ആ ലാൻഡ് നൽകുകയാണെങ്കിൽ. ഇവിടെ ഭൂമി ലീസായി എടുക്കുമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വൻ തുക ഭൂമിക്ക് വേണ്ടി മുടക്കുന്നത് ഒഴിവാക്കാം. ശ്രീ സക്കറിയ എഴുതുന്നതാണ്, ഭൂമി ലീസായി എടുക്കുമെങ്കിൽ ഇൻവെസ്റ്റേഴ്സിന് വൻ തുക ഭൂമിക്ക് വേണ്ടി മുടക്കുന്നത് ഒഴിവാക്കാം. അതിനു വേണ്ട നിയമപരിരക്ഷ ഗവൺമെന്റ് നടപ്പാക്കിയാൽ മതി. രണ്ടു കൂട്ടർക്കും, ഇൻവെസ്റ്റ് ചെയ്യുന്നവർക്കും ലാൻഡ് ഓണറിനും ലാൻഡിന്റെ സുരക്ഷിതത്വം, ഇൻവെസ്റ്ററിന് അദ്ദേഹം മുടക്കുമുതലിന് ഒരു ന്യായമായ ഒരു കാലപരിധി, ഇത് രണ്ടും നിശ്ചയിക്കുന്ന കാര്യത്തിൽ ഒരു റെഗുലേഷൻ ഗവൺമെന്റ് കൊണ്ടുവരാന്നുണ്ടെങ്കിൽ നിരവധി ഇൻവെസ്റ്റേഴ്സിനെ നമുക്ക് ഈ ലീസ് മോഡലിൽ ഇവിടെ കൊണ്ടുവരാൻ പറ്റും. ലാൻഡ് ഇവിടെ ഇരിക്കുന്ന ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുത്തില്ല, അതിനൊരു വലിയ അപ്രീസിയേഷൻ കിട്ടുകയും ചെയ്യും, അവർക്കും പ്രയോജനമുണ്ടാകും. നാളെ ഒരു വലിയ ആസ്തി അവരുടെ കയ്യിൽ ഇരിക്കുന്നു എന്നുള്ള ഒരു ആത്മവിശ്വാസം ഉണ്ടാകും. മാത്രമല്ല അദ്ദേഹം ലോക്കലായിട്ട് വേണ്ട എല്ലാ പിന്തുണയും ഈ വ്യവസായത്തിന് നൽകുകയും ചെയ്യും. അങ്ങനെ ഒരു പുതിയ മോഡൽ ഇന്ത്യക്കും ലോകത്തിന് കാണിച്ചു കൊടുക്കുവാൻ നമ്മുടെ ട്രിവാൻഡ്രം പോർട്ടിന് കഴിയും എന്നുള്ളിടത്ത് നമ്മൾ ആ പരീക്ഷണം നടത്തണം. ഒടുവിൽ നമ്മുടെ ആദ്യത്തെ കണ്ടെയ്നർ കയറുന്ന കപ്പലിൽ ഒരു ചെറിയ മാറ്റം വന്നിട്ടുണ്ട്. മേരി ലെസ്ലി എന്നാണ് പറഞ്ഞിരുന്നത്, അത് മാറി ഇപ്പോൾ MSC ബെറിലാണ്. ബെറിൽ മുണ്ട്രയിൽ നിന്ന് ഇങ്ങോട്ട് യാത്ര തിരിച്ചിട്ടുണ്ട്. ആദ്യമായിട്ട് എത്തിയിരിക്കുന്ന എല്ലാ കണ്ടെയ്നറുകളും MSC ബെറിൽ തന്നെ കയറും എന്നുള്ളതാണ് ഇപ്പോഴത്തെ ഒരു ധാരണ. ഇനിയും അത് മാറാം, കാരണം അവരങ്ങനെയാണ്, പല കാര്യങ്ങളും കണക്കൂട്ടിയാണ് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഇവിടെ മൂന്ന് കമ്പനികളുടെ കണ്ടെയ്നറാണ് കയറുന്നത്. ആദ്യവും പറഞ്ഞിരുന്നത് MSC ബെറിലാണ്, അത് കഴിഞ്ഞിട്ടാണ് അവർ മേരി ലെസ്ലി എന്ന പേര് മാറ്റിയത്, കപ്പൽ മാറ്റിയത്. പിന്നെ ബെറിലോട്ട് തിരിച്ചു വന്നു. ഇനിയും മാറ്റങ്ങൾ സംഭവിക്കാം. അതൊക്കെ അവരുടെ ഗ്ലോബൽ ലോജിസ്റ്റിക്സ് സപ്ലൈ ചെയിൻ ഡീറ്റെയിൽസ് ഒക്കെ വർക്കൗട്ട് ചെയ്യുമ്പോൾ അവർക്ക് ലാസ്റ്റ് മിനിറ്റിൽ പോലും ഈ ചേഞ്ചസ് വരുത്താനുള്ള സ്വാതന്ത്ര്യവും അധികാരവും ഉണ്ട്. അതനുസരിച്ച് അവർ കാര്യങ്ങൾ ചെയ്യും. എന്തായാലും 29-ാം തീയതി ബെറിൽ ഇവിടെ വരികയും 30-ാം തീയതി ഇന്ന് പോർട്ടിലെത്തിയിരിക്കുന്ന കണ്ടെയ്നറുകൾ എല്ലാമായിട്ട് വലൻസിയ, ഇസ്താൻബുൾ തുടങ്ങിയ ഡെസ്റ്റിനേഷനിലോട്ട് പോകും എന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ കിട്ടിയിരിക്കുന്ന വിവരം.